ഇരിക്കുന്നില്ലേ? ചായ ചായ അതിന്റെ കേസിന് കാര്യം എന്ത്? ഓ അങ്ങനെ വെച്ചിട്ട് കിട്ടുന്നുള്ള കണ്ടന്റെ വീട്ടിലും വന്നു. അല്ലെങ്കിൽ നമ്മുടെ മെമ്പറെ കൊണ്ടൊരു ഗുണമില്ല. ചായ നമ്പർ എപ്പോഴാ വന്നിട്ടുള്ളൂ നിങ്ങളുടെ കാര്യത്തിൽ? എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ആ പറഞ്ഞു ഇനി വരും, ഇലക്ഷനൊക്കെ അല്ലേ. മെമ്പർ വന്നില്ലല്ലേ? അങ്ങനെ ഉടായ്പല്ലേ? സുഖല്ലേ? കാര്യങ്ങളൊക്കെ നമ്മുടെ പിള്ളേരെല്ലാം ഉണ്ടല്ലോ. പിള്ളേരെല്ലാം എത്തിയിട്ടുണ്ട്. നീ ഇന്നലെ എന്നെ വിളിച്ചായിരുന്നു? വിളിച്ച് കിട്ടിയില്ല. ഇന്നലെ എനിക്ക് ഭയങ്കര തിരക്കായിരുന്നു, പഞ്ചായത്തിലായിരുന്നു. മെമ്പറെ ഇത് വന്ന് തിരക്കെന്ത് മെമ്പർ? പഞ്ചായത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. കാരണം ഇവന്റെ അമ്മൂമ്മയുടെ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ മൊത്തത്തിൽ പഞ്ചായത്ത് മരിച്ചോ? പിന്നെ 6 മാസമല്ലോ. നിങ്ങൾ ഏത് രോഗത്താ? 6 മാസമായിരുന്നു. ഒരു കാര്യം ചെയ്യും, ആ പെൻഷൻ എടുത്തില്ല അമ്മയ്ക്ക്. നമ്മുടെ മെമ്പറുടെ ബുദ്ധിയുണ്ടോ? ഇതാണ് എല്ലാം ശരിയാക്കാം. ചായ, ഒരു കടിഞ്ചായ കുടിച്ചോ. ഞങ്ങളെ കാട്ടില്ലേ മെമ്പറെ? പോകല്ലേ? നമ്മുടെ ഇങ്ങനെയും പോരെ. ഞാൻ വരുന്നുണ്ടോ? വരുന്നുണ്ടോ? ചായ പെട്ടോ ഇങ്ങനെ കൊണ്ട് വല്ല നടക്കൂടി മെമ്പറെ? അതായത് ഞാൻ പറയാൻ വന്നേ, ഈ റോഡ് മൊത്തം കുണ്ടുകുരിയാണല്ലോ മെമ്പറെ. അതവിടെ നിൽക്കട്ടെ. ഒരു മെയിനായിട്ടുള്ള കാര്യം വന്ന് ചെറുപ്പക്കാരെല്ലാം ശ്രദ്ധിക്കണം. നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം വേണം. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന പോലെ തന്നെ ഈ പ്രാവശ്യവും നമ്മുടെ ഒപ്പം നിന്ന് എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ട്. എല്ലാ കാര്യത്തിലും കൂടെ തന്നെ ഉണ്ട്. ഒന്നുകൂടെ നിങ്ങൾ പരീക്ഷ കല്യാണത്തിന് വന്നില്ല, അമ്മൂമ്മയുടെ അടിയന്തരത്തിന് വന്നില്ല, അടക്കപ്പെടെ പഠിക്കുന്ന ഞാൻ സ്ഥലത്തിൽ മെമ്പറെ കൊണ്ട് നടക്കത്തില്ല. മെമ്പറെ ഇതവിടെ നിൽക്കരുത്. ഈ പ്രാവശ്യം ഒന്നുകൂടെ നിങ്ങൾ പരീക്ഷ മതിയെ. നാടുവരെ ഓടി ഞാൻ റോഡ് കാണും, എല്ലാം ഞാൻ ശരിയാക്കി തന്നില്ല. എല്ലാം ശരിയാക്കി. ഉടായിപ്പോടാ മെമ്പർ, ഉടായിപ്പോ. ആ മെമ്പറിനെ കൊണ്ട് ഒരു കോപ്പും നടക്കും ഒന്നുമില്ല. അത് നേരത്തെ മനസ്സിലായതാ. നോക്കാം എല്ലാ മെമ്പർമാരും കാര്യം മാത്രം ഇലക്ഷൻ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ചൂടാണ് ഈ മഴയത്ത് ബുദ്ധിമുണ്ട് കേട്ടോ. എനിക്ക് വിഷമന വീട്ടിൽ പോടാ. ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. മക്കളെ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. ഞാൻ നിങ്ങളുടെ വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ ആഗ്രഹം ഉള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് കുറച്ച് അഭിപ്രായങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നെ തിരഞ്ഞെടുക്കാം. ഞാൻ ആഗ്രഹിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ ആ വാർഡ് നിങ്ങൾ ജയിപ്പിക്കുവാണെങ്കിൽ എനിക്ക് കിട്ടുന്ന ശമ്പളം അതൊരു 7000 രൂപയ്ക്ക് അടുത്ത് വരും. അത് 500 രൂപ വെച്ച് നമ്മൾ ഒരു 14 പേർക്ക് കൊടുക്കും. ഇതൊക്കെ ഒരുപാട് കേട്ടിട്ടൂടെ? ഇല്ല, കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രവർത്തിച്ച് കാണിക്കുക, എന്നെ ജയിപ്പിക്കാൻ. എൻ്റെ കൂടെ നിങ്ങൾ നിൽക്കണം. നിങ്ങളെപ്പോഴുള്ള ആൾക്കാരാണ് എനിക്ക് ആവശ്യം. അതുപോലെ തന്നെ സാധനങ്ങൾ, ഈ അരി, പഞ്ചസാര അങ്ങനെയൊക്കെയുള്ള നമുക്ക് ആഗ്രഹം വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. നമ്മൾ ഡയറക്റ്റ് സാധനം എടുത്തുകൊണ്ട് വന്നിട്ട് എൻ്റെ വാർഡിൽ പാവങ്ങളായ ആൾക്കാർക്ക് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക്, ഇപ്പം കടയിൽ നിന്ന് എടുക്കുന്ന 2000 രൂപയാണെങ്കിൽ ഞാൻ കൊടുക്കുമ്പം അതൊരു 1200 അല്ലെങ്കിൽ 1000 താഴെ ആകത്തുള്ളൂ. എനിക്ക് അതിനകത്ത് ലാഭം വേണ്ട. ഇപ്പം നിങ്ങൾ ജയിപ്പിക്കണം. നിങ്ങൾ ജയിപ്പിച്ചാലല്ലേ ഉള്ളൂ. ചുമ്മാ ഇല്ല, നിങ്ങൾ എന്നിൽ വിശ്വാസം അർപ്പിക്കണം. ഇങ്ങനെയുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുമ്പോൾ ജയിപ്പിച്ചാൽ മാത്രമേ ഞാൻ ചെയ്ത് കാണിക്കൂല. നിങ്ങൾ ജയിപ്പിച്ച ആൾക്കാരെ അങ്ങനെ ചെയ്തെന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുപോലെ ആണെന്നുണ്ടോ? ചേട്ടാ, കുറേ നാളായിട്ട് ഈ റോഡിൻ്റെ അവസ്ഥ ഇല്ല. ഈ റോഡെന്ന് പറയുന്നത് എല്ലാവരും വലിയ റോഡിലേക്കാണ് നോക്കുന്നത്. ഈ റോഡാണ് ആദ്യം ശരിയാക്കേണ്ടത്. ആദ്യം ശരിയാക്കുന്നില്ല. എന്തുകൊണ്ട് ശരിയാക്കുന്നില്ല? അത് എന്തുകൊണ്ട് ശരിയാക്കുന്നില്ലെന്ന് നിങ്ങൾ അവരോട് ചോദിക്കണം. അവരിപ്പോൾ ഇറങ്ങിപ്പോകാൻ സമയമായില്ലേ? വീണ്ടും നിങ്ങൾ അവരെ ജയിപ്പിക്കാനാണോ ശ്രമിക്കുന്നത്? ഇതുപോലെ ആശ്രയം അല്ല, ഇതുപോലെ ആശയം പറയുന്ന ആൾക്കാരെയാണോ നിങ്ങൾ ജയിപ്പിക്കാൻ നോക്കുന്നത്? അവരെ ജയിപ്പിച്ച് ഈ പരുവാണല്ലോ ഇപ്പോഴും. അതേപോലെ ഈ തെണ്ടിത്തരം കാണിക്കുന്ന അവനെയാണ് ആവശ്യം. നിങ്ങൾ ചിന്തിച്ചു നോക്കും. അപ്പോൾ ഞാൻ പോട്ടെ. പുള്ളി പറഞ്ഞ കറക്റ്റ് കാര്യം അല്ലേ? ഞാനിതിങ്ങനെ ആലോചിക്കുമായിരുന്നു. പുള്ളി ഒരു പാർട്ടിയും ഇല്ല, സ്വതന്ത്ര സ്ഥാനാർത്ഥി.
നമുക്ക് ഈ വിട്ടം പുള്ളിക്ക് നോട്ട് കൊടുത്ത് നോക്കിയാൽ ഒന്ന് നോക്കാം, ഒരു മാറ്റം അല്ലേ? പാർട്ടിക്കാർക്ക് മാറിയും കയറി വോട്ട് കൊടുത്ത് നമ്മുടെ അവസ്ഥ സത്യമല്ലേ? ഒന്ന് മാറി ചിന്തിക്കുന്ന സമയമല്ലേ? ഒന്നുമില്ലാത്തവർക്ക് കൃത്യമായി കൊടുക്കുന്നവരെ നമുക്ക് ആവശ്യമാണ്. ഒരുപാട് കാര്യങ്ങളും ഒരുപാട് അവകാശങ്ങളും നേടിയെടുക്കാനുള്ള ജനങ്ങൾ ഈ ലോകത്തുണ്ട്. അവർക്ക് അതൊക്കെ കിട്ടണം. അതൊക്കെ കിട്ടണമെങ്കിൽ പ്രവർത്തിക്കുന്നവരെ നോക്കി വോട്ടുകൾ കൊടുത്താൽ പറ്റും. അല്ലാതെ വെറുതെ വോട്ട് സമയത്ത് മാത്രം വരുന്നവരെ നോക്കി വോട്ടുകൾ കൊടുക്കാൻ നിന്നാൽ പിന്നെയും ഇതേ അവസ്ഥയിൽ പിന്നെയും പോയിക്കൊണ്ടേയിരിക്കും, തുടർന്നുകൊണ്ടേയിരിക്കും. അതിലും നല്ലത് ഒരു മാറ്റത്തിന് ഏറ്റവും ഉത്തമമായ സമയമാണിത്. നിങ്ങൾക്ക് ചിന്തിക്കാം, നിങ്ങൾക്ക് പ്രവർത്തിക്കാം. ഏതായാലും എല്ലാം ഭംഗിയായി നടക്കട്ടെ.